ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പിനെ തുടർന്ന് വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതമായി. ഇരുചക്രവാഹന യാത്രികർ തെന്നിവീഴുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റു. വാഗ എടക്കളത്തൂർ വീട്ടിൽ അൾജിൻ ഭാര്യ മീനുവിനാണ് പരിക്കേറ്റത്. ജോലിക്ക് പോകുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെയാണ് സ്കൂട്ടർ ചെളിയിൽ തെന്നിവീണ് അപകടത്തിൽപ്പെട്ടത്. കൈക്കും മുഖത്തും സാരമായി പരിക്കേറ്റ മീനുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ 5 മാസത്തിലേറെയായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നാണ് വലിയ കുന്നുകളിടിച്ച് ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെ നിന്നും മണ്ണ് കൊണ്ടുപോകുന്നത് പ്രദേശവാസികളുടെ ജീവിതത്തെ ബാധിച്ചതോടെ പാവറട്ടി പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ ഇടപെട്ട് പ്രവൃത്തി രാത്രി സമയത്തേക്ക് മാറ്റുകയായിരുന്നു. ദിനംപ്രതി 50ഓളം ടോറസ് ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത്. ടോറസ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം മണ്ണ് നിറച്ചു പോകുന്നതിനാൽ വാഹനങ്ങളിൽ നിന്നും റോഡിലേക്ക് മണ്ണ് വീഴുന്നത് പതിവാണ്. മണ്ണിന്റെ പൊടി സമീപത്തെ വീടുകളിലേക്ക് കാറ്റടിച്ച് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിന് മുകളിലേക്ക് വെള്ളമടിക്കുകയാണ്. ഇതോടെ റോഡ് പകൽ സമയങ്ങളിൽ ചെളിക്കുളമായ നിലയിലാണ്. പ്രദേശവാസികൾ ദുരിതത്തിലാണെന്നും റോഡ് വികസനത്തിനായി മണ്ണെടുക്കുന്നതിലല്ല, മറിച്ച് കരാറുകാരൻ റോഡ് ചെളിക്കുളമാക്കി മാറ്റി യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നതിലാണ് പ്രതിഷേധമെന്ന് പൊതുപ്രവർത്തകനായ പ്രസാദ് വാഗ പറഞ്ഞു. സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മണ്ണെടുപ്പ് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാഗയിലുള്ള ഒരു കുന്നാണ് ഈ കഴിഞ്ഞ 5 മാസമായിട്ട് ഇവിടെ നാഷണൽ ഹൈവേയുടെ ഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മണ്ണടിച്ച് കൊണ്ടുപോകുന്നത്. പലതരത്തിലുള്ള സമരങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ നാട്ടിലെ ആളുകൾ മുഴുവൻ സംഘടിച്ചുകൊണ്ട് തന്നെ ഇതിനെതിരെ സമരം ചെയ്തു. ഞങ്ങൾ ഒരു കാരണവശാലും ഇവിടുത്തെ ജനകീയ എന്താ പറയുക വികസനത്തിനെതിരായിട്ടൊന്നുമല്ല. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകുന്ന മണ്ണുകൾ നേരെ പോകുന്നത് ഈ റോഡിലൂടെ പോകുന്ന വണ്ടികൾ വഴിക്ക് വീഴുന്ന രീതിയിലേക്ക് ഇവിടെ നിന്നുള്ള എല്ലാ പൊടിമണ്ണുകളും കുത്തനെ വന്ന് ഒരു മഴ ചാറി കഴിഞ്ഞാൽ അത്രയധികം ബുദ്ധിമുട്ട്. ഇപ്പം മഴക്കാലം അല്ലെങ്കിൽ തന്നെ ഇവർ രാവിലെ സമയങ്ങളിൽ ഇവിടെ നനയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. ഇവിടുത്തെ പരിസരവാസികളുടെ മുഴുവൻ പൊടിയാണ്. ഇവിടുത്തെ വയസ്സായ ആളുകൾക്ക് വല്ലാത്ത ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് പരാതി പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളെ വന്നിട്ട് ഉപദേശിക്കുകയാണ് ചെയ്തത്. TMPC റോഡ് പണി കഴിഞ്ഞിട്ട് ഏകദേശം അധികമായിട്ടില്ല. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കാണണം. അത്രയും മോശമായ രീതിയിലാണ് ഇത്രയും സ്മൂത്തായി കിടക്കുന്ന ഈ റോഡിൻ്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീഴുകയും അതിൻ്റെ മുകളിൽ രാവിലെ ഇവരെ ഒരു അത് ആളുകളെ കാണിക്കുന്ന ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ കുറച്ച് വെള്ളം നനയ്ക്കും. ആ നനയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വരുന്ന സമയമാണ്. ഒരു 7 മണി 7 തൊട്ട് 9-9 വരെയ്ക്ക് ഈ റോഡ് നിറയെ വണ്ടികൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ആ വണ്ടിയിൽ പോകുന്ന ആളുകൾ നിരന്തരമായി വീഴാണ്. ഇന്നാണ് ഗുരുതരമായൊരു അപകടം ഉണ്ടായത്. ജനങ്ങൾക്ക് യാത്രാ ദുരിതം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ ശക്തമായ എതിർപ്പുണ്ടാവും. ഇവിടെ നിന്നുള്ള മണ്ണെടുപ്പ് തടയും.